തിയേറ്ററിൽ പോയി ആഘോഷമായിട്ടൊരു സിനിമ കാണുന്നത് നമ്മളുടെ എല്ലാ ഫെസ്റ്റിവൽസിൻ്റെയും ഒരു ഭാഗമാണ്. ഈ ഓണക്കാലത്ത് ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാള സിനിമ പ്രേമികളിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രീ ജിനു വി എബ്രഹാമിൻ്റെ തിരക്കഥയിൽ ശ്രീ വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ. ഒരു വലിയ കാത്തിരിപ്പായിരുന്നു. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2025 ഒക്ടോബർ 16 ഒരു ഗ്ലെൻസ് വീഡിയോ പുറത്തു വരുന്നത്. അന്ന് ആ ഒരു ഗ്ലെൻസ് വീഡിയോ, അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് തന്ന ആ ഒരു ഹൈപ്പ് കണ്ട അന്ന് മുതൽ തുടങ്ങിയ ഒരു ആന്റിസിപ്പേഷൻ, എന്താണ് ഖലീഫ തിയേറ്ററിലേക്ക് എത്തുന്നത്, അത് കാത്തിരുന്ന് ആ ദിവസത്തിലേക്ക് അവസാനം നമ്മൾ എല്ലാവരും എത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ച് മലയാളികളുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഈ ഓണത്തിന്റെ ഈ ആഘോഷവേളയിൽ ഇന്ന് ഓഗസ്റ്റ് 20 അസനമ തിയേറ്ററിലേക്ക് എത്തി. ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്ന് പറയുമ്പോൾ ദാറ്റ് മേക്സ് ഓൾ സെൻസ്. കാരണം ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. ഇന്ന് ഈ സിനിമയിൽ നമുക്കറിയായിരുന്നു നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഈ സിനിമയിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തിയേറ്ററിലേക്ക് എത്തിച്ചവരെ സർപ്രൈസ് ചെയ്ത മറ്റ് 2 പേരും കൂടി ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ടൊവിനോ, ഒപ്പം സൗബിൻ. ഇന്ന് രാവിലെ കവിതാ തിയേറ്ററിൽ പ്രിയപ്പെട്ട ശ്രീ പൃഥ്വിരാജ്, ടൊവിനോ, സൗബിൻ, വൈശാഖേട്ടൻ എല്ലാവരും കൂടിയാണ് സിനിമ കണ്ടത്. Thank you so much. ഇന്നോട് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആൻഡ് ഓൾ ദി അതർ ഗെസ്റ്റ്, താങ്ക് യു ഇവിടെ വന്നതിന്. ആദ്യം തന്നെ ഖലീഫ എന്ന ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വരവേൽപ്പ് നൽകിയ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു സിനിമ ഈ എക്സൈറ്റ്മെന്റോടുകൂടി ഒരു സിനിമ വരവേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണികളെ പ്രവർത്തകർക്ക് ഒരു വലിയ സന്തോഷവും അംഗീകാരവും കിട്ടിയതുപോലെയാണ്. സോ ഫസ്റ്റ്ലി താങ്ക്സ്, ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സിനിമയല്ല. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ജോണറിൽപ്പെട്ട സിനിമകൾ വിരളമാണ്. അത്തരം സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ് ഞാൻ. ഏത് തരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കൺസീവ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ ഇതിന്റെ റിലീസ് വരെ ഈ സിനിമയുടെ ടീം ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു, ഞങ്ങൾ എന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ഹൈ കോൺസെപ്റ്റ് സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയോ ഒന്നുമല്ല. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ആ വീഡിയോയിലുള്ള തിയേറ്ററിൽ കാണുന്ന ആ എക്സ്പീരിയൻസ്, അത്തരം ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമ കുടുംബസമേതം കണ്ട് ആസ്വദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. ഈ നേരം വരെ അത്തരം ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ആ സന്തോഷം ഞങ്ങളെ അറിയിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. സിനിമ കണ്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാമ്പറക്കൽ അഹമ്മദ് ഹാജി, സോറി ഒരു പാവം മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കും. താങ്ക് യു വെരി മച്ച്. ഒരിക്കലും എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി, ചേച്ചി സോറി ഞാൻ കണ്ടില്ല, സമ്മതത്തോടുകൂടി ഇത് കഴിഞ്ഞാൽ പോവും. എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എന്തായാലും ഇപ്പം പോയില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. താങ്ക് യു. ഒരു സീക്രട്ട് ആണെന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോ ചെറുതായിട്ടൊക്കെ അറിയുന്ന ഒരു സീക്രട്ട് ആണ്. ഓൾറെഡി ഇവിടെ രാജുവേട്ടൻ സംസാരിച്ചപ്പോ ഇതിന്റെ ഒരു ഹിന്റ് കൂടെ തന്നിരുന്നു, എന്താണ് നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. 2 പേരെ കൂടി ഒന്ന് വിളിച്ചോട്ടെ. കൈറ പ്ലീസ് ജോയിൻ us. ഡോൺ, 2 പേരും ഞങ്ങളോടൊപ്പം ചേർന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സിനിമ കണ്ടവർക്കറിയാം, വളരെ പ്രധാനപ്പെട്ട 2 വേഷങ്ങളാണ്. ജേക്സ് ഏട്ടാ വരൂ. ഈ സിനിമയിൽ നമ്മൾ വളരെ ആവേശത്തോടെ കണ്ട ഒരുപാട് സീൻസിൽ ജേക്സ് ഏട്ടന്റെ വിരലടയാളം ഉണ്ടായിരുന്നു. ആ ഗ്ലിംസ് വന്ന ഡേ മുതലുള്ള മേജർ ആന്റിസിപ്പേഷന്റെ റീസൺ കൂടെയാണ് വരുന്ന ഗൂസ് ബംസിന്റെ ക്രിയേറ്റർ. ഈ ഓണക്കാലം മുഴുവൻ ജേക്സ് ഏട്ടന്റെ ആണ്, അത് വേറൊരു കാര്യം.
സോ ഐ തിങ്ക് ദേ ആർ ഓൾ സെറ്റ്. ഇനി ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിന്റെ റീസൺ എന്താണ് എന്ന് നമ്മൾ എല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഖലീഫയാണെങ്കിൽ ഇന്ന് we are going to reveal something for you. ലാലേട്ടാ ബസർ സെറ്റ് ആണ്. ലാലേട്ടൻ ഒന്ന് സെന്ററിലേക്ക് വന്ന് ആ ബസർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സീക്രട്ട് റിവീലിംഗ് എന്ന് നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു നല്ല കൈയടി ഒച്ച ബഹളം വേണം. നമുക്കൊന്ന് ആഘോഷമാക്കി മാറ്റണം. There we go. ഇതിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയത്. ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മളെല്ലാവരും തിയേറ്ററിൽ ആഘോഷിച്ചെങ്കിൽ ഇനി കാത്തിരിപ്പ്, മലയാള സിനിമ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പ് പാർട്ട് 2 വേണ്ടിയിട്ടാണ്. സോ ഒരു എന്താണ് ആന്റിസിപ്പേഷന്റെ കഥ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാൻ എന്ന് അറിയണം. ഒരു 2 വാക്ക് എല്ലാവരോടും അബൌട്ട് ഖലീഫ 2 ദ ലെഗസി. പിടിയില്ല, സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല എന്തൊക്കെയോ പരിപാടികളാണ്. എന്തൊക്കെയോ പരിപാടി. ഇത് കേൾക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു ലെഗസിയെ കുറിച്ച് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആ ലെഗസിയുടെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 1970s and 80s അയാൾ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിന്റെയും അയാൾ ഫേസ് ചെയ്ത ഒരു വലിയ ഒരു വാറിന്റെയും ഒരു കഥയുണ്ട്. ആ കഥ ബ്രീഫായിട്ട് ജിനു വൈശാഖിനോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കഥയുടെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ പാർട്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആങ്കർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ ഇതായി ലാലേട്ടനെ പോയി കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരമൊരു വലിയ സ്കെയിലുള്ള ഒരു മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയിൽ ലാലേട്ടനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. സോ തീർച്ചയായിട്ടും ആ സിനിമ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് എന്നാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ സിനിമ കാണാൻ പ്രേക്ഷകർക്കിടയിൽ ഞാനും ഉണ്ടാവും, ആ സിനിമയിലും ഞാനും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. വെറൈറ്റി ലുക്കിലാണല്ലോ ടോണി. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആവാൻ പറ്റുന്ന. തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാനിതിനു മുമ്പ് ഞങ്ങൾ ലൂസിഫറിന്റെ സമയത്തും എമ്പുരാന്റെ സമയത്തും കവിതയിൽ ഇതുപോലെ രാവിലെ തന്നെയുള്ള ഷോ കാണുമ്പോൾ ഇത്തരം ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള, ഏറ്റവും നന്നായി ആസ്വദിക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്ന സിനിമ കാണുമ്പോൾ ഒരു ഫീൽ, അത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് അനുഭവിക്കാൻ വേണ്ടി തന്നെ ഞാൻ വേറെ ഷൂട്ടിൻ്റെ ഇടയ്ക്കായിരുന്നു അവിടെ. അതിനു വേണ്ടി തന്നെ ഇന്നലെ തന്നെ ഇങ്ങോട്ട് പോകുന്നു. ഭയങ്കര സന്തോഷം. താങ്ക് യു ജിനിച്ചേട്ടാ, വൈശാഖേട്ടാ, രാജുവേട്ടാ, ഈ ഒരു സിനിമയിൽ എന്നെ കൂടെ ഭാഗമാക്കിയതിൽ. ഞാനിതിൻ്റെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അന്ന് ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല. അന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, പക്ഷെ ഇതെന്താ ഞാനില്ലാത്തത് എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ വിളി വരുന്നത്. അപ്പം തന്നെ ഞാൻ ചാടി പിടിച്ചു. പിന്നെ ഈ സിനിമയിൽ അങ്ങനെ എനിക്ക് ഡയലോഗോ അങ്ങനെ പ്രത്യേകിച്ച് മാസ്മരിക ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ല. ഫിലിം മേക്കിംഗ് വെച്ച് മാത്രം എനിക്ക് ഏറ്റവും നല്ലൊരു സിനിമയിലെ ഏറ്റവും കൊള്ളാവുന്ന ഒരു സീനിൽ ഏറ്റവും കൊള്ളാവുന്ന മൊമെന്റ് എനിക്ക് വേണ്ടി കരുതി വെച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കി എനിക്കും ഇതിനെപ്പറ്റി ടൂവിനെ പറ്റിയിട്ട് എനിക്കിതിൻ്റെ ഒരു വളരെ ചെറിയൊരു ലൈൻ എനിക്ക് ജിനിച്ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് സിനിമയാവാനും അത് ആളുകൾ കാണാനും ഞാനും വെയിറ്റ് ചെയ്യാണ്. നന്ദി. ഈ വലിയ സിനിമയിൽ എനിക്ക് വലിയ വേഷം തന്നതിന് വൈശാഖ് സാർ, ജിനിയോട്ട, ബാക്കി അതിൻ്റെ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ഓണം ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഓണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഒരു വലിയ നിറമുള്ളൊരു ഓണം കിട്ടി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൂടാൻ തീരുമാനിച്ച ഒരു ഓണം കൂടെയാണ്. അത് വലിയ വിജയമാക്കി തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും
പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഓണാഘോഷം, ഓണാശംസകൾ. താങ്ക് യു. എന്നിട്ട് ഒരു വൈശാഖ്, താങ്ക് യു പൃഥ്വി, താങ്ക് യു ജിനു, എല്ലാവർക്കും. എനിക്ക് ഈ രണ്ടാം ഭാഗത്തെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല. കാരണം 16-ാമത്തെ വയസ്സിൽ ഇട്ടിട്ട് പോയ ഒരു അച്ഛൻ്റെ മകനാണ്. ഈ പ്രായത്തിൽ എനിക്കിനി 16 വയസ്സായിട്ട് അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാം ഭാഗത്തിൽ ഞാൻ ഉണ്ടാവില്ല. എന്നാൽ ഒന്നാം ഭാഗത്തിൽ വളരെ 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 സംതൃപ്തനാണ്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ദുഃഖം, മീശ പഠിക്കേണ്ടി വരുമെന്ന് വൈശാഖ് പറഞ്ഞത് ഞാൻ ഒരു കാലം പുറകോട്ട് വെച്ചതാണ്. പിന്നെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചു, മീശ പഠിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഈ സിനിമയുടെ ഭാഗമായതിൽ അഭിമാനം. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. താങ്ക്സ് അലോട്ട് റിജു ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. കുറേ കാലത്തെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഖലീഫ പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയത്. എല്ലാ സിനിമയും തീർച്ചയായും അങ്ങനെയാണ്. കുറേ കാലത്തെ പരിശ്രമങ്ങൾ, അതിനുശേഷം ഒരു റിലീസ് തീയതി വരുന്നു, അന്ന് സിനിമ റിലീസ് ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് അന്ന് മാറുക. അങ്ങനെ പല ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ഒരു സംവിധായകനാണ് ഞാൻ. ഭൂരിപക്ഷം വരുന്ന സാധാരണ പ്രേക്ഷകരെ രസിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും തിയേറ്റർ ഒരു ആഘോഷമാക്കി മാറ്റാനും ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സിനിമയ്ക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. ജിനു ഈ ചിത്രത്തിലേക്ക് വിളിച്ചപ്പോഴും അങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഖലീഫ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിലീസിന് ശേഷം ലഭിക്കുന്ന തിയേറ്റർ റെസ്പോൺസിൽ നിന്ന്, ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മറ്റെല്ലാ സെലിബ്രേഷൻ സിനിമകളും പോലെ ഈ സിനിമയും അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ്. ഈ സിനിമയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച ധാരാളം ആളുകളുണ്ട്, ടെക്നിക്കൽ റോയിലും ആക്ടേഴ്സൊക്കെ ആയിട്ട്. വളരെ ഈ സിനിമയിൽ ഞങ്ങൾക്കിങ്ങനെ അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആദ്യം ഉണ്ടാവുകയും അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തപ്പോൾ അയാളുടെ ഒരു വലിയ വേൾഡുണ്ട്. അഹമ്മദ് അലി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു വലിയ വേൾഡുണ്ട്. അപ്പോൾ അത് ഒരു ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഏഡായിട്ടാണ് ഖലീഫയുടെ ആദ്യ ഭാഗം പറയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഇങ്ങനെ ഒരു ലെഗസിയുള്ള ഒരു വലിയ കഥാപാത്രത്തെ ആര് ചെയ്താലാണ് നന്നാവുക, ആരോടാണ് സംസാരിക്കേണ്ടത്. പക്ഷെ അധികം ആലോചിക്കാതെ തന്നെ ലാലേട്ടനല്ലാതെ, മോഹൻലാൽ അല്ലാതെ മറ്റാരാണ് അതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് വരികയും നമ്മൾക്ക് ഇതെങ്ങനെ പറയും, അദ്ദേഹം അതെങ്ങനെയാണ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾക്കിടയിൽ രാജു സാറിനോട് സംസാരിച്ച സമയത്ത് തന്നെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വരികയും പിന്നീട് ഇതിൻ്റെ ശരിക്കുള്ള ഈ അഹമ്മദ് അലിയുടെ സാമ്രാജ്യം എന്താണ്, അയാളുടെ കഥയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കി അത് വളരെ ആവേശത്തോടെ ആ സിനിമയുടെ ഭാഗമാകണം എന്ന ആവേശത്തോടെ ഈ സിനിമയിലേക്ക് വന്ന ലാൽ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹം ഈ സിനിമയിൽ അത്ര വലിയ സാന്നിധ്യമായി വരികയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ അവസാനം രൂപപ്പെട്ടു വന്ന സമയത്ത് അങ്ങനെ ആരെയെങ്കിലും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ക്യാരക്ടേഴ്സ് അല്ല, കഥ ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടെ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ഇത് ആര് ചെയ്യും എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും സമയത്ത് ടോവിയെ ജിനു ആദ്യം വിളിക്കുകയും ഇങ്ങനെ ഒരു സന്ദർഭമുണ്ട്, ഇങ്ങനെയാണ് കഥയുടെ രൂപം, ലാലേട്ടനാണത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പെട്ടെന്ന് തന്നെ ടോവിയുടെ റെസ്പോൺസ്
എനിക്ക് കാശ് പോലും തരണ്ട, ഞാൻ വന്ന് ചെയ്തോളാം എന്നായിരുന്നു. താങ്ക് യു ടോബി, താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് us. അതുപോലെ സൗബിൻ ഇതുപോലെ തന്നെ ഒരു എൻട്രി നമുക്ക് ആവശ്യമായി വരുന്ന, ഞാൻ കഥയുടെ വിശദാംശങ്ങൾ പറയുന്നില്ല കാരണം അത് അടുത്ത സിനിമയുടെ സർപ്രൈസുകളാണ്. വളരെ പ്രധാനപ്പെട്ട വളരെ ക്രൂഷ്യലായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ടോബിയുടെയും സൗബിൻ്റെയും ഒക്കെ അടുത്ത പാർട്ടിലെ കഥാപാത്രങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. അപ്പോൾ സൗബിനെയും ഇതുപോലെ നമ്മുടെ സിനിമയിലേക്ക് ക്ഷണിച്ച സമയത്ത് വളരെ സന്തോഷത്തോടെ വന്ന് ഇന്ന് അത് തിയേറ്ററിൽ കണ്ട സമയത്ത് ആ കോൺട്രിബ്യൂഷൻ, അവരുടെ പ്രസൻസ് എത്രത്തോളമാണ് ഈ സിനിമയ്ക്ക് ഹെൽപ്ഫുൾ ആയതെന്ന് എന്നെ പോലെ തന്നെ പ്രേക്ഷകർ നിലയിൽ നിങ്ങളും കണ്ടതാണ്. പ്രത്യേകം നന്ദി സൗബിൻ ഈ സിനിമയിലേക്ക് വന്നത്. പിന്നെ ഉള്ളത് എൻ്റെ രാജുവാണ്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജിനു ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സ്വപ്നം, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത്രയും വലിയ ഒരു സിനിമ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും, ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും പാവം എൻ്റെ ജിനു എബ്രഹാമിനൊന്നുമില്ല. ആളുടെ കയ്യിലുള്ളത് കുറേ വലിയ സ്വപ്നങ്ങളും ഒട്ടുക്കത്തെ കോൺഫിഡൻസും മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി ഇത്രയും വലിയൊരു സ്വപ്നവുമായി ഇറങ്ങിയ സമയത്ത് ചങ്കായി ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ് പൃഥ്വിരാജ്. ഈ സിനിമയിലെ ഒരു നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ പ്രോജക്റ്റിന്റെ രൂപപ്പെടൽ മുതൽ റിലീസ് വരെ അനുദിനം നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് അതിന് വേണ്ടതെല്ലാം ചെയ്തു തന്ന പൃഥ്വിയുടെ ഒരു ശ്രമമാണ് ഈ സിനിമയിൽ നിന്ന് ഇത്രയും വലിയ ഒരു വിജയത്തിലേക്കും ഇത്രയും വലിയ ഒരു പെർഫെക്ഷനുള്ള, ടെക്നിക്കലി പെർഫെക്ഷനുള്ള ഒരു സിനിമയാക്കി മാറ്റുന്നതിനും ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നതിനുമൊക്കെ ഏറ്റവും സഹായകരമായി മാറിയത്. ഒരുപാട് രാജുവായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ടോബിബ്രോയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, സൗബിബ്രോയുടെ ആദ്യമായിട്ടാണ്. ഈ ഖലീഫയിൽ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നം. ആ സീൻ എഴുതുമ്പോൾ ശരിക്കും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. അതായത് തലേ ദിവസമാണ് ഞാൻ ആ സീൻ എഴുതുന്നത്, രാജുവിനറിയാം, വൈശാഖിനറിയാം, ഞാൻ ആ സീൻ എഴുതുന്നത് തലേ ദിവസമാണ്. ആ ഡയലോഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആ സ്വപ്നം നാളെ നടക്കാൻ പോകുന്നത് വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ എഴുതിയ ഡയലോഗാണ്. എനിക്ക് ഞാൻ സിനിമയിലെത്തി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ഒരു വരിയെങ്കിലും ലാലേട്ടൻ ഒന്നൊരു ഡയലോഗ് സംസാരിക്കണോ. പക്ഷെ അത് നടന്നു. പിന്നെ സിനിമ നമ്മൾ തുടങ്ങി അത് കറക്റ്റായിട്ട് നമുക്ക് തീർക്കാൻ പറ്റി, കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ എന്താ പറയുക, ഒരു നല്ല പൂർത്തീകരണം, ഒരു പുതിയ തുടക്കവും ഉണ്ടാകാൻ പോകുന്നതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിന് എൻ്റെ ഒപ്പം നിന്ന് എല്ലാവരും, ഇപ്പം ചേട്ടനാണെങ്കിലും രാജു ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ടോബിബ്രോ ആണെങ്കിലും എല്ലാവരും, സൗബിൻ ബ്രോ, എല്ലാവരും, ഞാൻ ആരെയും പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. അതൊക്കെ എന്താ പറയുക. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ആസ് എ ടെക്നീഷ്യൻ എൻ്റെ ഒപ്പം നിന്ന് ഈ സിനിമ തീർക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ടെക്നീഷ്യന്മാരും സഹായിച്ചു. അതായത് അവർ സമയം നോക്കാതെ വർക്ക് ചെയ്തു. ഈ സിനിമ ഇന്ന സമയത്ത് റിലീസ് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര അവരുടെ തന്നെ ഒരു ആവശ്യമായിട്ട് തന്നെ ചെയ്തു. അവരുടെ ഹെൽത്തും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും, അവരുടെ സൗകര്യങ്ങളൊക്കെ, കേക്സൊക്കെ ആ രീതിയിലാണ് നമ്മളൊപ്പം നിന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ എന്താ പറയുക നന്ദി പറയുകയാണ്, ഈ സ്വപ്നം എനിക്ക് പൂർത്തീകരിച്ച് തരാൻ എൻ്റെ ഒപ്പം നിന്നതിന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള എൻ്റെ ഒപ്പം എന്നെ എല്ലാ രീതിയിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് സിജോ, സൂരജ്, എംബോക്സിൻ്റെ നീലീഷ്, ഡോക്ടർ, അതുപോലെ തന്നെ ശ്രീലാൽ, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. അവരോടും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കാം.